പുട്ടുപൊതി നമ്മൾ പൊതിച്ചോറിൻ്റെ അനിയനായിട്ട് വരും. ബീഫിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ജീരകം, മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മീറ്റ് മസാല, ഉള്ളി, തക്കാളി, കറിവേപ്പില, വെളിച്ചെണ്ണ, ഉപ്പും കൂടിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെക്കണം. ഞാനിന്നിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് മാരിക്ക സ്പൈസസിൻ്റെ പെപ്പർ പൗഡറും ഗരം മസാലയുമാണ്. വീട്ടിൽ നിന്ന് തന്നെ കഴുകി പൊടിപ്പിക്കുന്നത് കൊണ്ട് തന്നെ ഒരു പ്രിസർവേറ്റീവ്സും അവർ ആഡ് ചെയ്യുന്നില്ല. പൗഡേഴ്സിൻ്റെ ക്വാളിറ്റിയും ടെക്സ്ചറും അരോമയൊക്കെ എടുത്ത് പറയേണ്ടത് തന്നെയാണ്. പിന്നെ നമ്മൾ കേരളത്തിൽ ഫ്രീ ഡെലിവറിയും കൂടിയാണ്. അക്കൗണ്ട് ഞാൻ താഴെ ഒന്ന് മെൻഷൻ ചെയ്ത് കൊടുക്കാം. ഗരം മസാലയും പെപ്പറും കൂടിയിട്ട് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ച് ബീഫ് ഒന്ന് വേവിക്കാൻ വെക്കാം. വെളിച്ചെണ്ണയിലേക്ക് കുഞ്ഞുള്ളി, കറിവേപ്പില, സവാള, പച്ചമുളക്, ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് സോട്ട് ചെയ്യുക. അതിലേക്ക് വേവിച്ച് വെച്ച ബീഫും പകുതി സ്റ്റോക്കും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. അവസാനമായിട്ട് മാരിക്ക സ്പൈസസിൻ്റെ പെപ്പർ പൗഡറും വെളിച്ചെണ്ണയും കൂടി ഒന്ന് തൂവി കൊടുക്കുക. ഇനിയൊരു വാഴയിലെടുത്ത് പുട്ട് വെച്ച് അതിൻ്റെ മുകളിലേക്ക് ബീഫും ബാക്കി വന്ന സ്റ്റോക്കും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനിയൊരു ഡെക്കറേഷന് അരിഞ്ഞു വെച്ച മല്ലിച്ചപ്പും ഉള്ളിയും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ടെന്താടോ നമ്മൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ ഒന്ന് പൊതിഞ്ഞെടുക്കണം. 1 മണിക്കൂർ കഴിഞ്ഞ് തുറക്കുമ്പോഴേക്കില്ലേ ആ പുട്ടും ബീഫും ഒക്കെ ഫ്ലേവറൊക്കെ ഇറങ്ങി അടിപൊളിയായിട്ടുണ്ടാവും. ട്രസ്റ്റ് മീ ഗൈസ്, ഇന്നത്തെ കറിക്ക് ഒരു പഴമയുടെ ടേസ്റ്റ് ഉണ്ട്. അതിൻ്റെ ക്രെഡിറ്റ് ഞാൻ മാരിക്ക സ്പൈസസിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഓക്കേടാ.